agricultural marketing. In its widest sense, it comprises all the operations involved in the movement of food and raw materials from the field to the final consumption. എന്താണ് ശരിക്കും അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ഒരു വൈഡസ്റ്റ് സെൻസിൽ പറയുകയാണെങ്കിൽ ഫുഡ് ഗ്രെയിൻസും റോ മെറ്റീരിയൽസും ഉൽപ്പാദിപ്പിക്കുന്ന ആ ഫീൽഡ് മുതൽ അത് ഫൈനൽ കൺസംഷൻ വരെ എത്തുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അഗ്രികൾച്ചർ മാർക്കറ്റിംഗിൽ വരും. അപ്പോൾ ഫീൽഡിൽ നിന്നും ഫൈനൽ കൺസംഷനിൽ എത്തുന്നവരെയുള്ള എല്ലാ ഓപ്പറേഷൻസും എല്ലാ പ്രോസസ്സും ഇതിന്റെ ഭാഗമാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. Now let us find out what are the defects of agricultural marketing. First point, lack of organization. The Indian farmers have not yet fully realized the importance of combined action for the purpose of bargaining on equal terms with the buyers of agricultural produce. ഒരു സംഘാടനത്തിന്റെ അപാകതയുണ്ട് കാർഷിക മേഖലയിൽ. കാരണം ഇന്നും ഒരുമിച്ച് നിൽക്കേണ്ട, സംഘടിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും ബാർഗെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും വലിയ ബോധ്യമൊന്നും നമ്മുടെ കർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഫോഴ്സ്ഡ് സെയിൽസ് ആണ്. The average farmer is so poor and indebted that he has no capacity to wait for better prices. He is forced to sell his output to the money lenders or to the trader so as to clear his debts. പലപ്പോഴും നമ്മുടെ കർഷകരെ സംബന്ധിച്ച് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം പലപ്പോഴും കടമെടുത്തായിരിക്കാം കൃഷി ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ കടക്കാരന്റെ കടം വീട്ടുന്നതിന് വേണ്ടി വിളവെടുത്ത ഉടൻ തന്നെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ അവൻ നിർബന്ധിതരാകുന്നു. കാരണം ആ സമയത്ത് എന്താ പ്രത്യേകത? ആ സമയത്ത് വില ഏറ്റവും കുറവായിരിക്കും. മറ്റൊന്ന്, പ്രസൻസ് ഓഫ് മിഡിൽമെൻ, മധ്യവർത്തികളുടെ സാന്നിധ്യമാണ്. The number of intermediaries and middlemen between the farmer and the final consumer of his produce is too many and the margin going to them too large. നമുക്കറിയാം, മധ്യവർത്തികൾ യഥാർത്ഥ കർഷകനും അത് ഉപയോഗിക്കുന്നതിനുമിടയിൽ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ വലിയ വലിയ കമ്മീഷൻ അടിച്ച് മാറ്റുകയാണ്, വലിയ മാർജിൻ എടുക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനെ സംബന്ധിച്ച് വളരെ തുച്ഛമായ വില കിട്ടുകയും ഫൈനൽ കൺസ്യൂമറെ സംബന്ധിച്ച് വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. മറ്റൊന്ന്, multiplicity of market charges. The farmer who sells his produce in the market cannot get the whole price settled because various deductions are made out of the sales proceeds by the trader. അപ്പോൾ മാർക്കറ്റിലേക്ക് സാധനം വിൽക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ചാർജുകൾ അവർ ഈടാക്കുക. തൂക്കത്തിനനുസരിച്ചും തൂക്കവും വിലയും അനുസരിച്ചുള്ള തുക അവർക്ക് ലഭിക്കുന്നില്ല. അതിൽ നിന്ന് പല പേരിൽ അവര് ഡിഡക്റ്റ് ചെയ്യും. അപ്പം അത് യഥാർത്ഥത്തിൽ കർഷകന് കിട്ടേണ്ട വാല്യൂ ആര് കൊണ്ടുപോവുകയാണ്? കച്ചവടക്കാർ കൊണ്ടുപോവുകയാണ് ചെയ്യുക. മറ്റൊന്ന്, അൺഫെയർ മാർക്കറ്റ് പ്രാക്ടീസസ് ആണ്. ബിഗ് ട്രേഡേഴ്സ് ആൻഡ് their agents play fraud on the ignorant cultivators. Defective weights and measures are common. Large quantities are taken away from the produce of the cultivator as sample. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന അനീതി എന്താ സംഭവം? ഇഗ്നറന്റായ നമ്മുടെ കർഷകനെ പല രീതിയിലും അവർ പറ്റിക്കുകയാണ്. തെറ്റായ തൂക്കവും അളവും ഒക്കെ എടുത്തുകൊണ്ട്, പിന്നെ പലപ്പോഴും സാമ്പിൾ എന്ന് പറഞ്ഞ രീതിയിൽ അളവിൽ പെടാതെ ഒരു ഭാഗം അവർ മാറ്റിയിടും. ഇതെല്ലാം എന്താണ്? അവര് ലാഭം ഉണ്ടാക്കാൻ ചെയ്യുന്ന ചില പരിപാടികളാണ്. മറ്റൊന്ന്, മൾട്ടിപ്ലിസിറ്റി ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. വെയ്റ്റ്സ് മെയ്ഡ് ഓഫ് സ്റ്റിക്സ്, സ്റ്റോൺസ് ആൻഡ് ബിറ്റ്സ് ഓഫ് ഗോൾഡ്, bits of old iron are even now a common feature in the markets and villages. ഇന്ന് നമുക്ക് നോക്കുക, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അവിടെ തൂക്കാൻ ഉപയോഗിക്കുന്ന ചില മരക്കട്ടകളും കല്ലും ഒക്കെയാണ് എടുക്കുന്നത്. പഴയ ഇരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട്
അപ്പൊ അതിലെന്താണ് യഥാർത്ഥത്തിലുള്ള തൂക്കം ഉണ്ടാവുകയില്ല. അവിടെയും ആളുകളെ പറ്റിക്കുകയും. മറ്റൊന്ന് അഡൾട്രേഷൻ. The farmer in India pays little attention to preparing his produce for the market. Even worse than defective preparation for marketing is the deliberate practice of adulteration. പലപ്പോഴും നമ്മുടെ കർഷകനെ സംബന്ധിച്ച് മാർക്കറ്റിന് വേണ്ടി ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും അവർ പ്രിപ്പയർ ചെയ്യുന്നത് പലപ്പോഴും എന്താണ് അത് മായം ചേർക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇത് ഇന്ന് വളരെ വ്യാപകമാണ്. മറ്റൊന്ന് inadequate storage facilities ആണ്. Storage facilities are grossly inadequate in Indian villages. Scientific storage is unheard in our countryside, where villagers store their grains in pits, mud vessels, carts, etc. നമുക്ക് കർഷക വിളകൾ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനമില്ല. ശാസ്ത്രീയമായ സ്റ്റോറേജിനെ കുറിച്ചുള്ള കേട്ടുകേൾവി പോലും നമുക്കില്ല. പലപ്പോഴും നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്നത് കുഴികളിലും മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിലും ഒക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അധികാരം ഇരിക്കുകയില്ല, അത് ഇഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. മറ്റൊന്ന് ഇനാഡിക്വേറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഗതാഗത സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ്. The transport conditions in rural areas continue to be bad, that even richer farmers who have large amounts of surplus may not be interested in going to the towns. Most roads are unmetalled and in rainy season they are unusable. ഒരുമാതിരി സാമ്പത്തികമുള്ള കർഷകൻ പോലും ഉൽപ്പന്നങ്ങൾ വിദൂരമുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? നല്ല റോഡ് സൗകര്യങ്ങളില്ല, വാഹന സൗകര്യങ്ങളില്ല. മറ്റൊന്ന് absence of grading and standardization. There are inadequate arrangements for the grading and standardization of products. As a result, the produce that comes to market consists of variety of qualities and grades. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ വ്യത്യസ്തമായ ക്വാളിറ്റി, വ്യത്യസ്തമായ ഗ്രേഡുകളാണ്. ഒരു ഗ്രേഡ് ചെയ്യാനും സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുമുള്ള ഒരു സംവിധാനം നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കർഷകന് കുറെ കൂടി എന്താണ് വരുമാനം ലഭിക്കുമായിരുന്നു. മറ്റൊന്ന് ലാക്ക് ഓഫ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ. മതിയായ മാർക്കറ്റുമായി ബന്ധപ്പെട്ട അറിവുകൾ ലഭിക്കുന്നില്ല എന്നതാണ്. The farmers do not ordinarily get information about the ruling prices in the big markets. He relies mainly in the information supplied by the middlemen. വലിയ മാർക്കറ്റുകളിൽ ഹോൾസെയിൽ മാർക്കറ്റിലുള്ള വിലയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ മിഡിൽമാൻ മധ്യവർത്തികൾ നൽകുന്ന വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർഷകൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. അവിടെയും അവന് ചതിക്കപ്പെടുകയാണ്. മറ്റൊന്ന് ഇന്നാഡിക്വേറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ്. ലിബറൽ ഫിനാൻഷ്യൽ ഹെൽപ്സ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ടു പ്രൊട്ടക്ട് ഫാർമേഴ്സ് ഫ്രം ഫോഴ്സ്ലെസ് സെയിൽസ്. ദിസ് വിൽ ഹെൽപ് ദം ടു ടൈഡ് ഓവർ പീരിയഡ് ബിറ്റ്വീൻ ഹാർവെസ്റ്റ് ആൻഡ് സെയിൽസ്. അറ്റ് പ്രസന്റ് credit facilities are not easily available, so that farmers are compelled to sell off their stocks below market prices. എന്താണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കർഷകർക്ക് ആവശ്യമായ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കുറവാണെന്നുള്ളതാണ്. അങ്ങനെ മതിയായ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ലഭിക്കുകയാണെങ്കിൽ അവന് വിളവെടുത്ത ഉടനെ ഉൽപ്പന്നം വിൽക്കേണ്ടി വരുന്ന വേണ്ടി സ്റ്റോക്ക് ചെയ്യാം. പക്ഷെ പലപ്പോഴും നമ്മുടെ ഫാർമേഴ്സ് എന്താണ് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പലപ്പോഴും സാധനം വിൽക്കാൻ നിർബന്ധിതരാകുകയാണ്. നെക്സ്റ്റ്, steps taken to improve agricultural marketing. നമ്മുടെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് നോക്കാം. The government has taken various steps to improve the conditions of agriculture marketing. It is set up All India Warehousing Corporation to construct and manage all network of warehouses in all towns and mandis. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് നിരവധി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓൾ ഇന്ത്യ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ സ്ഥാപിച്ചത്. അതിലൂടെ രാജ്യം മുഴുവനുള്ള ടൗണുകളിലും ഓരോ മാൻഡീസിലുമുള്ള ഓരോ ജില്ലകളിലുമുള്ള ഓരോ കേന്ദ്രങ്ങളിലുമുള്ള നെറ്റ്വർക്ക് ഓഫ് വെയർ ഹൗസിനെ കുറിച്ച് അത് മാനേജ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനുമുള്ള ഒരു ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് അവ സ്ഥാപിച്ചിട്ടുള്ളത്. ടു പ്രൊമോട്ട് വെയർ ഹൗസിംഗ് ഇൻ വില്ലേജസ്, ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഗിവൺ നെസസറി ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഫെസിലിറ്റീസ്. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും വെയർ ഹൗസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായ ധനപരമായ സാങ്കേതികമായ സഹായം നൽകുന്നുണ്ട് ഗവൺമെന്റ്. The cooperative marketing and processing societies
have been started to market the agricultural goods of the farmers. അതുപോലെ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ് സൊസൈറ്റീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിലൂടെ കർഷകരെ സംബന്ധിച്ച ഉൽപ്പന്നങ്ങൾ ഒരു നല്ല വിലയ്ക്ക് വിൽക്കാൻ അവർക്ക് സാധിക്കും. കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അഷ്യൂർസ് റീസണബിൾ പ്രൈസസ് സോ ആസ് ടു റിമൂവ് ഓൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ഫാർമേഴ്സ്. കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്? നമുക്ക് എല്ലാ മിഡിൽമാനെ ഒഴിവാക്കുവാനും നല്ല ഉയർന്ന വില ലഭിക്കുവാനും കാരണമാകും. A network of cooperatives at the national level, state level, and at the primary level operates to help farm producers to get best markets and best prices for their products. ഒരു കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗിന്റെ ഒരു നെറ്റ്വർക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നു. അതിലൂടെ നമ്മുടെ കർഷകരെ സംബന്ധിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉയർന്ന വില ലഭിക്കുവാൻ സാധിക്കും. Rural transport has been given importance under the 5-year plans and considerable progress has been made. നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിലൂടെ ഗ്രാമീണ ഗതാഗതത്തിന് പ്രാധാന്യം കൊടുക്കുകയും വളരെയധികം പ്രോഗ്രസ് കാര്യത്തിൽ ഉണ്ടാവുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. Regulated market have been started and the interest of the farmers have been well safeguarded in the markets. അതുപോലെ എന്താണ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ വിവിധയിടങ്ങളിൽ ഗവൺമെന്റ് സ്ഥാപിച്ചുകൊണ്ട് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. കൺസിഡർ പബ്ലിസിറ്റി ഈസ് ഗിവൺ ടു മാർക്കറ്റ് ഇൻഫർമേഷൻ. പരമാവധി മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിവ് പൂർണ്ണമായിട്ടും മീഡിയയിലൂടെ നൽകാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. Food grain prices are being stabilized by the government through the recommendations of the Agriculture Prices Commission. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളുടെയൊക്കെ വിലയൊക്കെ ഏകദേശം എന്താണ് സ്ഥിരപ്പെടുത്തുവാനായിട്ടും സ്റ്റെബിലൈസ് ചെയ്യാൻ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടെന്നാണ് അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷനിലൂടെ. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി, കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടി, കർഷകരെ കൂടുതൽ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി. ഓക്കെ, താങ്ക് യു.